ശ്രീലങ്കയിൽ നടന്ന ടീമുകളുടെ ആവേശകരമായ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ ലങ്കൻ സിംഹങ്ങളെ അവരുടെ താവളത്തിൽ ചെന്ന് തകർത്ത് ഇന്ത്യ ടീം കിരീടമുയർത്തിയിരിക്കുകയാണ്. ഫൈനൽ മത്സരത്തിൽ ക്രിക്കറ്റ് ലോകത്തെ ഒരുപിടി റെക്കോർഡുകളും അവിസ്മരണീയമായ പോരാട്ടവീര്യവും പിറന്നപ്പോൾ ശ്രീലങ്ക ടീമിനെതിരെ 66 റൺസിന്റെ തകർപ്പൻ ജയമാണ് ഇന്ത്യൻ യുവനിര സ്വന്തമാക്കിയത്. റൺമഴ പെയ്ത കലാശ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിൽ ലങ്കൻ പട ശക്തമായി പൊരുതിയെങ്കിലും 47.1 ഓവറിൽ 311 റൺസിന് അവരുടെ പോരാട്ടം അവസാനിച്ചു. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി എന്ന കൗമാര പ്രതിഭയുടെ ബാറ്റിംഗ് താണ്ഡവമാണ് ഈ ഫൈനലിലെ ചരിത്ര പുസ്തകങ്ങളിൽ അടയാളപ്പെടുത്തിയത്. മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ടീം ക്യാപ്റ്റൻ സഹൻ അരചികെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ഒരുപക്ഷെ ഇന്ത്യൻ നായകൻ തിലക് വർമ്മയും ആഗ്രഹിച്ചതായിരുന്നു. ലങ്കൻ മണ്ണിലെ പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കി ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കാമെന്ന ഹോം ടീമിന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന തുടക്കമാണ് ഇന്ത്യൻ ഓപ്പണർമാരായ പ്രിയാൻ ഷാരിയും വൈഭവ് സൂര്യവംശിയും ചേർന്ന് നൽകിയത്. ആദ്യ ഓവർ മുതൽ തന്നെ ഇരുവരും ആക്രമണ ശൈലിയാണ് പുറത്തെടുത്തതും. പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശി ലങ്കൻ ബൗളർമാരെ ഒട്ടും ബഹുമാനിക്കാതെ മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്ത് പായിച്ചു. സൂര്യവംശിയുടെ തകർപ്പൻ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ വെറും 7 ഓവറുകളിൽ പിന്നിട്ടപ്പോൾ തന്നെ ടീം സ്കോർ 100 കടന്നിരുന്നു. ഏകദിന ഫോർമാറ്റിലുള്ള ഒരു മത്സരത്തിലാണ് T20 മത്സരങ്ങളെ പോലും കൺപോള വെട്ടിക്കുന്ന വേഗതയിൽ ഇന്ത്യൻ യുവനിര റൺസ് അടിച്ചുകൂട്ടിയത്. ഈ ഫൈനൽ മത്സരം ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുക വൈഭവ് സൂര്യവംശി എന്ന വണ്ടർ കിഡിന്റെ പേരിൽ മാത്രമായിരിക്കും. കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം ഫോമിന്റെ പേരിലും ശ്രീലങ്കൻ താരങ്ങളുമായി ഉണ്ടായ കളിയിലെ ചില തർക്കങ്ങളുടെ പേരിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ 15-കാരൻ നേരിട്ടിരുന്നു. എന്നാൽ ആ വിമർശകർക്കെല്ലാം കളിയിലൂടെ കൃത്യമായി മറുപടി നൽകാനാണ് താരം ഫൈനലിൽ ഇറങ്ങിയത്. മത്സരത്തിന്റെ 3-ാം ഓവറിൽ ലങ്കൻ പേസർ മുഹമ്മദ് ഷിറാസിനെതിരെ വൈഭവ് നടത്തിയ പ്രഹരം കളിയിലെ വഴിത്തിരിവായിരുന്നു. ആ ഓവറിൽ 3 സിക്സറുകളും 2 ഫോറുകളും അടക്കം 26 റൺസാണ് വൈഭവ് അടിച്ചെടുത്തത്. തൊട്ടു പിന്നാലെ ദുലാജ് സമുദിയുടെ ഓവറിലും 2 ബൗണ്ടറികളും 2 സിക്സറുകളും പറത്തി ഈ 15-കാരൻ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചു. വെറും 11 പന്തിൽ നിന്നാണ് വൈഭവ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ലോകത്ത് ഇന്നുവരെ ഒരു താരവും ഇത്രയും കുറഞ്ഞ പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടില്ല. വെറും 29 പന്തിൽ നിന്ന് 94 റൺസ് എടുത്താണ് വൈഭവ് മടങ്ങിയത്. ഇതിൽ 8 മനോഹരമായ സിക്സറുകളും 10 തകർപ്പൻ ഫോറുകളും ഉൾപ്പെട്ടിരുന്നു. സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന വൈഭവിനെ ഒടുവിൽ ശ്രീലങ്കൻ ക്യാപ്റ്റൻ സഹൻ അരചികയാണ് പുറത്താക്കിയത്. സെഞ്ചുറിക്ക് വെറും 6 റൺസ് അകലെ വെസ്റ്റ് മിഡ് ഓഫിന് മുകളിലൂടെ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച വൈഭവ് വിജയിക്കാതെ വ്യാസ്കാദിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു. ഒരു ലോക റെക്കോർഡ് സെഞ്ചുറി നഷ്ടമായെങ്കിലും മൈതാനത്തുണ്ടായിരുന്ന ശ്രീലങ്കൻ താരങ്ങൾ പോലും ഓടിയെത്തി ഈ കൊച്ചുമിടുക്കനെ അഭിനന്ദിച്ചാണ് യാത്രയാക്കിയത്. ഈ മാസ്മരിക പ്രകടനത്തോടെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും വൈഭവ് സ്വന്തമാക്കി. വൈഭവ് പുറത്താകുമ്പോൾ 8.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എന്ന അതിശക്തമായ നിലയിലായിരുന്നു ഇന്ത്യ. പങ്കാളിക്ക് മികച്ച പിന്തുണ നൽകിയ പ്രിയാം ഷാരിയ 39 റൺസ് എടുത്ത് പുറത്തായി. ഓപ്പണർമാർക്ക് നൽകിയ ആ അടിത്തറ നിലനിർത്താൻ പിന്നീട് വന്ന ഇന്ത്യൻ മധ്യനിരയ്ക്കായി. നായകൻ തിലക് വർമ്മ മുൻപിൽ നിന്ന് നയിച്ചുകൊണ്ട് ഇന്ത്യക്കായി മറ്റൊരു തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും നേടി. 67 റൺസ് എടുത്ത തിലകിന്റെ ഇന്നിംഗ്സ് ഇന്ത്യൻ സ്കോർ ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കൂടാതെ മധ്യനിരയിൽ ഋതുരാജ് ഗെയ്ക്വാദ്, വിക്കറ്റ് കീപ്പർ ബാറ്റർ കുമാർ കുശാഗ്ര എന്നിവരും മികച്ച രീതിയിൽ ബാറ്റ് വീശി. ഇന്നിംഗ്സിന്റെ അവസാന ഘട്ടത്തിൽ ഓൾറൗണ്ടർ അനുകുൽ റോയും വിപ്രൻസ് നിഗവും തങ്ങളുടെ ബാറ്റിംഗ് മികവ് പുറത്തെടുത്തതോടെ ഇന്ത്യയുടെ സ്കോർ ബോർഡ് 370 കടന്നു. നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യമാണ് ഇന്ത്യ ലങ്കയ്ക്ക് മുന്നിൽ വെച്ചത്. 378 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്ക ടീമിന് തുടക്കത്തിൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായി. എന്നാൽ സ്വന്തം നാട്ടിൽ കിരീടം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മധ്യനിരയിൽ വനുജ സഹൻ, സദീര സമരവിക്രമ എന്നിവർ ചേർന്ന് ലങ്കൻ പ്രതീക്ഷകൾ സജീവമായി നിർത്തി. ലങ്കൻ നിരയിൽ 62 റൺസ് എടുത്ത വനുജ സഹനാണ് ടോപ്പ് സ്കോററായത്. അന്താരാഷ്ട്ര പരിചയസമ്പത്തുള്ള സദീര സമരവിക്ര 52 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അവസാന ഓവറുകളിൽ വിജയ്കാന്ത്, വ്യാസ്കാന്ത്, ക്യാപ്റ്റൻ സഹൻ അരചികെ എന്നിവരും മുൻനിരക്കാരായ നിരോഷൻ ഡിക്കിലു, മുഹമ്മദ് ഷിറാസ് എന്നിവരും പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യൻ ബൗളർമാർക്ക് ഉയർത്തിയ റൺ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർക്കായില്ല. ഒടുവിൽ 47.1 ഓവറിൽ 311 റൺസിന് ലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചു. ബാറ്റർമാർ ഒരുക്കിയ റൺമല കാക്കാൻ ഇന്ത്യൻ ബൗളർമാർ കൃത്യമായ തന്ത്രങ്ങളിലൂടെയാണ് പന്തെറിഞ്ഞത്. ലങ്കൻ ബാറ്റർമാർ വലിയ ഷോട്ടുകൾക്ക് മുതിർന്നപ്പോഴൊക്കെ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൗളർമാർ കളി നിയന്ത്രണത്തിലാക്കി. ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി യാഷ് ഠാക്കൂറും വിപ്രജ് നിഗവും ലങ്കൻ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇരുവരുടെയും മധ്യ ഓവറുകളിലെ പ്രകടനം ലങ്കയുടെ റൺ വേഗതയ്ക്ക് ബ്രേക്ക് ഇട്ടു. ബാറ്റിംഗിൽ തിളങ്ങിയതിന് പുറമെ ബൗളിംഗിലും മികവ് കാട്ടിയ അനുകുൽ റോയ് 2 പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തി. അശോക് ശർമ്മ, തിലക് വർമ്മ ഇവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തിക്കൊണ്ട് ബാറ്റിംഗ് നിരയ്ക്ക് മികച്ച പിന്തുണ നൽകി.
ഈ ത്രിരാഷ്ട്ര പരമ്പരയിലെ വിജയം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്തുറ്റ ബെഞ്ച് സ്ട്രെങ്തിനെയാണ് കാണിക്കുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് കടന്നു വരാൻ ശേഷിയുള്ള നിരവധി യുവ പ്രതിഭകൾ ഈ ടീമിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ടൂർണമെന്റിലുടനീളമുള്ള പ്രകടനം. സമ്മർദ്ദഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നും വിദേശ മണ്ണിൽ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കണമെന്നും ഈ യുവ ഇന്ത്യൻ നിര കാണിച്ചു തന്നു. പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിയെ പോലുള്ള ഒരു യുവതാരത്തിന്റെ ഉദയം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രതിഭയും ആത്മവിശ്വാസവും ഒത്തിണങ്ങിയ ഈ യുവനിരയുടെ കിരീടധാരണം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആവേശമാണ് സമ്മാനിക്കുന്നത്. വരും നാളുകളിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവരാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ എ ടീം ശ്രീലങ്കയിൽ നിന്നും മടങ്ങുന്നത്.